ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചേട്ടൻ്റെ അമ്മയും ബ്രദറും വൈഫും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെയുള്ള ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവർ ഓബൈ താമരയിൽ പോകുന്നതിന് 1 day ബിഫോർ ഉള്ളൊരു വ്ളോഗാണ്. രാവിലെ തന്നെ എണീറ്റു. ഗസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ സമയത്തിന് ഫുഡ് കൊടുക്കണം. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി സമയത്തിന് നല്ല ചൂടോടെ ഫ്രഷായിട്ട് തന്നെ കൊടുത്തു. എൻ്റെ മദർ ഇൻ ലോയും കൂടെ ഉണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പാല് കാച്ചി വെച്ചു. എപ്പോഴും ഞാൻ ചെയ്യും പോലെ തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ബട്ടർ ഇഡ്ഡലിയാണ് ഇന്ന് ഞാൻ ചെയ്തത്. അപ്പം അങ്ങനെ ബട്ടർ ഇഡ്ഡലി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇൻഡക്ഷനിലാണ് ഫുള്ളി ചെയ്തത്. അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്ക് ഗ്യാസ് കിട്ടി. അപ്പം അതുകൊണ്ട് അങ്ങനെ രാവിലെ തന്നെ ഗ്യാസ് സ്റ്റൗവേ ഉള്ളൂ. അതായത് ഗ്യാസ് സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ സ്റ്റൗവേ ഉള്ളൂ ഒരെണ്ണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ നേരത്തെ എണീറ്റ് ചെയ്തു. സ്കൂളുള്ള ദിവസമാണ്. ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി. ഒരു കോക്കനട്ട് ചട്നി, തമിഴ്നാട് സ്റ്റൈൽ കോക്കനട്ട് ചട്നി ഞാൻ ഉണ്ടാക്കി. പിന്നെ സാമ്പാർ എപ്പോഴും തൂവി കളയുന്നതാണ്, അതാണ് മേലെ കാണുന്നത്. ഇത് വന്നിട്ട് ഒരു കല്യാണ വീട് സാമ്പാർ പോലെ, അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ സദ്യയ്ക്ക് കഴിക്കില്ല, അങ്ങനത്തെ ഒരു പെർഫെക്റ്റ് സാമ്പാറാണ് ഉണ്ടാക്കിയത്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ സ്പെഷ്യലി എടുത്ത് പറഞ്ഞത് സാമ്പാർ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. എത്ര നമ്മൾ കറക്റ്റാണ് വെള്ളം വെച്ചാൽ ഇത് തൂവി കളയും. എൻ്റെ കുക്കറിൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല. ഇത് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു സ്റ്റൂ അല്ല. സ്റ്റൂവിൽ നമുക്ക് മസാല ഒന്നും അത്ര ചേർക്കില്ല. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച ഒരു നോർമൽ വെജിറ്റബിൾ കറിയാണ്. അങ്ങനെ 3 കറിയാണ് ഞാൻ ബട്ടർ ഇഡ്ഡലിക്ക് വേണ്ടി കഴിക്കാനായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കുറുകി നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആക്ച്വലി ഇന്ന് സ്കൂളുള്ള ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്, സ്കൂളുണ്ട്. അപ്പോൾ മാവൊക്കെ നല്ലപോലെ പൊങ്ങി റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റ് ഓഫ് ഇഡ്ലീസ് ഞാൻ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വേറെ സെറ്റ് ഓഫ് ഇഡ്ലീസ് വെക്കും. അപ്പോൾ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു സെറ്റ് തന്നെ ധാരാളം മതിയാവും. ഇപ്പോൾ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ. അപ്പോൾ അതിൻ്റെ കറികളുടെ സ്പൂണൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒന്ന് എടുത്ത് വെച്ചു. അപ്പോൾ രാവിലെ തന്നെ ഒരു ഹറി ബറി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ രാത്രി തലേദിവസം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ സ്റ്റിൽ അവർ ഉറങ്ങുക തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അവർ എണീറ്റ് വരുന്ന സമയത്ത് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, അങ്ങനെ കറികളൊക്കെ റെഡിയായി, ഇഡ്ഡലിയൊക്കെ റെഡിയായി. എന്നിട്ട് അവർ വന്ന് കഴിക്കുന്ന സമയത്തേക്ക് ഡൈനിങ് ടേബിൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൾക്ക് ഞാൻ ഇന്ന് കൊടുത്തു വിട്ടത് സ്നാക്സിന് വേണ്ടി കൊടുത്തു വിട്ടത് ചീസി സാൻഡ്വിച്ചാണ്. പിന്നെ ഒരു ബനാന കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സോസ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഷാഷേസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സ്കൂളിലേക്കൊക്കെ ഞാൻ കൊടുത്തു വിടാറുണ്ട്. പിന്നെ അവൾക്ക് ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറ്റും പോലെ ചപ്പാത്തി ഒരു സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈയും കൂടെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ബിക്കോസ് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ നേരത്തെ എണീറ്റത് കൊണ്ട് എനിക്ക് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അവൾ സ്കൂളിൽ വിട്ടു അവളെ. പിന്നെ ചേട്ടനും അതുപോലെ കഴിച്ചിട്ട് സ്കൂളിൽ പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോയതിന് ശേഷം അങ്ങനെ രാവിലത്തെ അതിൻ്റെ നോർമൽ റൂട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ലഞ്ച് ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു. അവർ എണീറ്റ് വന്ന് അവർക്ക് ലഞ്ചൊക്കെ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തു. അങ്ങനെ അരിസി പരിപ്പ് സാദം നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇട്ടത്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ശേഷമാണ് അവർ ഓബൈ താമരയിൽ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിച്ചിട്ട് അവർ ഇറങ്ങി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.